നമസ്തേ. ബെസന്റൈൻ സഭയുടെ നേറ്റിവിറ്റി ഹിമ്മിലെ ചില വരികൾ നോക്കുക. സൃഷ്ടികൾ അഖിലവും സൃഷ്ടാവിന് നൽകുന്ന വലിയ സമ്മാനങ്ങളെക്കുറിച്ചാണ് അതിൽ പാടുന്നത്. മാലാഖമാരുടെ ഗണം ദേവസംഗീതമാണ് അർച്ചനയായി നൽകുന്നത്. ആകാശത്തിലാകട്ടെ സവിശേഷമായൊരു നക്ഷത്രമുദിച്ചു. ഭൂമി തൻ്റെ സൃഷ്ടാവിനൊരു പാറപ്പത്ത് നൽകി. വിജനമായ മരുഭൂമിയിൽ പുൽക്കൂടൊരുങ്ങി. ഇടയന്മാർ അതിശയിച്ചു. ജ്ഞാനികൾ വിലയേറിയ കാഴ്ചകൾ അർപ്പിച്ചു. ഒടുവിലിങ്ങനെ പാടുന്നു: മനുഷ്യവംശമാകട്ടെ ഒരു വെടിപ്പുള്ള കന്യകയെയാണ് സൃഷ്ടാവിന് സമർപ്പിച്ചത്. സത്യത്തിൽ പുതിയൊരു മാനവികതയുടെ അമ്മയായിട്ടാണ് മറിയം ചരിത്രത്തിൽ നിലകൊള്ളുന്നത്. രണ്ടാം ഹൗവ എന്നാണ് അവളുടെ വിളിപ്പേര് തന്നെ. ദൈവഹിതത്തോട് പൂർണ്ണ അനുസരണമുള്ളവളായി നിന്നുകൊണ്ട് ഒന്നാം ഹൗവയുടെ അനുസരണക്കേടിനെ അവൾ തിരുത്തുന്നു. അങ്ങനെ അവൾ ദൈവഹിതാനുസാരികളായവരുടെ അമ്മയാകുന്നു. സഭയുടെ വാർപ്പ് മാതൃകയാകുന്നു. അതിനാൽ തന്നെ പുരുഷ കേന്ദ്രീകൃതമായ പരുഷോക്തികൾ കാട്ടുന്നതിനിടയിൽ സഭയുടെ മറിയഭാവങ്ങൾ മാഞ്ഞു പോകാതിരിക്കാൻ നാം ജാഗ്രത കാട്ടണം. വ്യക്തിപരമായും സമുദായപരമായും നമുക്കെല്ലാം വന്നു ഭവിച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ടെന്നാണ് റഷ്യൻ വേദപണ്ഡിതൻ അലക്സാണ്ടർ ഷ്മെമാൻ പറയുന്നത്. We think that we can solve all problems today by masculine means, such as creating canons, planning, calculating, etc. But there are some Mariological dimensions of ecclesiology which we have to maintain. ശരിക്കും നമ്മുടെയൊക്കെ ബുദ്ധിപൂർവമായ ഇടപെടലുകൾക്കതീതമായി ഹൃദയപൂർവമുള്ളൊരു ഇടപെടലായി മറിയം ഇവിടെ നിലകൊള്ളുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് വിനയപൂർവം അമ്മ നമ്മുടെ അഹന്തകളെ ശാസിക്കുന്നു. ആദരവോടെ സക്കേർ.